ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. 14 മുതൽ 21 വരെയുള്ള വാക്കുകൾ, 16 മുതൽ 19 വരെയുള്ള വാക്കുകളാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത്. 14 മുതൽ 21 മുതലുള്ള വാക്യങ്ങൾ വരെയാണ് ആ പ്രാർത്ഥന നീണ്ടു നിൽക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയുടെ ഉള്ളടക്കം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞായിരുന്നു. അവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്ത മനുഷ്യൻ ബലപ്പെടണമെന്ന് പറയുമ്പോൾ അവർ വചനത്തിൽ സ്ഥിരതയുള്ളവരാകണം, പ്രാർത്ഥന വേണം, വചനം വേണം. അതിനാലാണ് നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുന്നത്. രണ്ടാമതായിട്ട് ആ അപേക്ഷ എന്ന് പറയുന്നത് ക്രിസ്തു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അവിടെ പറയുന്നത് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും. അപ്പം അതെന്താണ്? ക്രിസ്തു വസിക്കണം, ആ വിശ്വാസത്താൽ വസിക്കണം. വചനത്തിൽ വായിച്ച ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അപ്പം നമ്മൾ ക്രിസ്തുവിന് അനുരൂപമായ ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വസിക്കാനായിട്ട് നാം അനുവദിക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ക്രിസ്തു വസിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത അപേക്ഷ എന്ന് പറയുന്നത് അവര് സ്നേഹത്തിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നണം. അവിടെ പറഞ്ഞു, വേരൂന്നി വീതിയും നീളവും ഉയരവും ആഴവും മിന്നുമെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഡീപ്പ് റൂട്ടഡ് ആയി തീരണം, അതുപോലെ തന്നെ അടിസ്ഥാനപ്പെടണം. അപ്പൊ നമ്മൾ അവിടെ കണ്ട രണ്ട് മെറ്റഫറാണ് കണ്ടത്, ഒരു വൃക്ഷത്തിന്റെയും അതുപോലെ ഒരു കെട്ടിടത്തിന്റെയും. കെട്ടിടം നല്ല സ്ഥിരമായ അടിസ്ഥാനത്തിന്മേൽ പണിതതും അതുപോലെ തന്നെ നല്ല ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു വൃക്ഷത്തിന്റെയും കാര്യം. അതുപോലെ ആയിരിക്കണം ക്രിസ്തുവിൽ നാം ആ സ്നേഹത്തിൽ, ആ ക്രിസ്തു എന്ന സ്നേഹത്തിൽ നാം വേരൂന്നി വളരേണ്ടത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അടുത്തത് അപേക്ഷ എന്ന് പറഞ്ഞാൽ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. അപ്പം ക്രിസ്തു നമ്മൾ വസിച്ചാൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് അറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ഓരോരുത്തരുമായി അല്ലെങ്കിൽ ഒരാളുമായി എത്രത്തോളം അവരുമായി ഇടപെടുന്നതോ ആ റിലേഷൻ വർദ്ധിക്കുന്നോ അതുപോലെ നമ്മൾ സ്നേഹത്തിലും വർദ്ധിച്ചു വരുവാനായിട്ട് കാരണം ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. പരിജ്ഞാനം നമ്മൾ വായിച്ച ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അറിയണം, വസിക്കണം, സ്നേഹിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ദൈവത്തിന്റെ അവസാനത്തെ അപേക്ഷ, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം കൂടെ നിറഞ്ഞു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ എല്ലാ നിറവിനോളം വളരുക എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ നിറയുക എന്ന് തന്നെയാണ്. ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദൈവരൂപമായിട്ട് വസിക്കുന്നത്. നമുക്കറിയാം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവം അദൃശ്യനായ ദൈവമാണ്. പക്ഷെ നമ്മൾ ലോകത്തിൽ ആ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടതാണ് ക്രിസ്തു. അപ്പം ദൈവത്തെ മനസ്സിലാക്കുന്ന ക്രിസ്തുവിനെ നോക്കിയാൽ ക്രിസ്തുവിന്റെ സ്വഭാവം മനസ്സിലാക്കി. അപ്പം ആ ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുന്ന ക്രിസ്തുവിലാണ്. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം കൂടെ നിങ്ങൾ നിറഞ്ഞു വരയണം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൽ നിറയണം, അല്ലെങ്കിൽ ക്രിസ്തു നമ്മിൽ നിറയണം. ക്രിസ്തു അല്ലാതെ മറ്റൊന്നും നമ്മിൽ വസിക്കാനായിട്ട് പാടില്ല. ക്രിസ്തു അല്ലാതെ നമ്മിൽ ഒന്നും നിറയാനായിട്ട് പാടില്ല. അപ്പം നമ്മുടെ ഹൃദയത്തിന് ക്രിസ്തുവിന് മാത്രമല്ലാതെ ഒന്നിനും സ്ഥാനം കൊടുക്കരുത്. നമ്മുടെ ചിന്തകൾക്കോ നമ്മുടെ വിചാരങ്ങൾക്കോ നമ്മുടെ മറ്റ് ഒന്നിനും ക്രിസ്തു അല്ലാതെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ വചനത്തിനും ദൈവ ആത്മാവിനും കീഴടങ്ങി നാം ജീവിക്കണം. അവിടെ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ
ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അത് നമുക്ക് നിവർത്തിച്ചു തരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം ആ ഒരു വലിയൊരു കലവറയാണ്. അതൊരിക്കലും നിലയ്ക്കുന്നതല്ല, ഒരിക്കലും അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കലവറയിൽ നിന്നാണ് ദൈവം നമുക്ക് തരുന്നത്. നാം ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മളുടെ ആ ചിന്താഗതി നോക്കുമ്പോൾ നമുക്കത് കഴിയാത്താണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു അത് നിങ്ങൾക്ക് കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുന്നു. അടുത്ത വാക്യങ്ങൾ 20ഉം 21ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 3:20ഉം 21. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു മാനുഷികമായ രീതിയിൽ വെച്ച് നോക്കിയാൽ ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല. നമ്മൾ ക്രിസ്തു എന്ന ആ ദൈവത്തിൻ്റെ നിറവിനോളം എങ്ങനെ നിറഞ്ഞു വരുമെന്നൊക്കെ ഉള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാൻ വയ്യാത്തതാണ്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നു നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ ചെയ്യുവാൻ കഴിയുന്ന ദൈവമുണ്ട്. നമുക്കത് കഴിയുന്നില്ലെങ്കിലും നാം ദൈവത്തോട് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും, അല്ലേ? അപ്പം ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് ആ ദൈവത്തോടുള്ള സ്തുതിയോടെയാണ്. അപ്പം ഇതൊക്കെ നമ്മിൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ വാക്യത്തിലേക്ക് കടക്കാം. ഇവിടെ അത്യന്തം പരമായി എന്നാ പറയുന്നത്. ഇംഗ്ലീഷ് പറയുന്നത് എക്സീഡിംഗ്ലി അബണ്ടൻലി എന്ന് പറയുന്നത്. അത്യന്തം പരമായി മുമ്പേ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ നിറവിൽ നിന്ന് ആണ്. അപ്പം ദൈവത്തിൻ്റെ നിറവിനേക്കാളും വലിയൊരു ഭണ്ഡാരം ഈ ലോകത്തിലില്ല. ആകാശത്തിൻ്റെ കിളിവാതികളെ തുറന്ന സ്ഥലം പോരാതെ വണ്ണം നിറയ്ക്കുന്ന ദൈവമാണ്. അത് അവിടെ മലാക്കി പുസ്തകത്തിലാണ് ഞാൻ ആ വാക്യം ഉദ്ധരിച്ചത്. അത് അവിടെ ഭൗതികമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ആത്മീകമായ സകല അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കുവാൻ കഴിവുള്ളവനാണ്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാ. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരോട് എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെ നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ ധനത്തിൽ നിന്ന് കുറച്ച് കൊടുക്കും. പക്ഷേ അവിടെ നമ്മുടെ ധനത്തിന് ഒത്തവണ്ണം ഒന്നല്ല നമുക്ക് എല്ലാവരും സഹായം ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ധനത്തിൽ നിന്നല്ല തരുന്നത്, ദൈവം തൻ്റെ ധനത്തിന് ഒത്തവണ്ണമാണ് തരുന്നത്. ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നമുക്ക് ലഭിക്കും. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത്? നാം ചോദിക്കാത്തതിനാൽ നമുക്ക് ലഭിക്കുന്നില്ല. ആത്മാർത്ഥമായി നാം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമുക്ക് തരും. അപ്പം ഇവിടെ പോളിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ലോകത്തിന്റെ കാര്യങ്ങൾ വല്ലതും ആയിരുന്നോ? അതൊന്നും ആയിരുന്നില്ല. ആത്മീകമായ കാര്യങ്ങൾ. അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും അധികമായിട്ട് ദൈവം നമ്മിൽ തരും എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും കിട്ടാത്തത്. അപ്പം നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചില്ലെങ്കിൽ പ്രശ്നം ആരുടെയാ? നമ്മുടെ തന്നെയാ. കാരണം നാം ചോദിക്കാത്ത കൊണ്ടാ നമുക്ക് കിട്ടാത്തത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാലം നോക്കിയാൽ ആകുവാൻ കഴിയുന്ന നിങ്ങളിപ്പോൾ എന്തെടുക്കുവാണ്? പാല് കുടിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെയാണെന്നാ പറയുന്നത്. അപ്പം നമ്മൾ വളരാത്തതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 1:17 എടുക്കണമെന്നില്ല, നമുക്കറിയാവുന്ന എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു.
അവിടെ പറയുന്നുണ്ട്, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനവുമില്ല. അവിടെ പറയുന്ന ഷാഡം അനുസരിച്ച് മാറുന്ന ദൈവമല്ല. കാരണം നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്നത് നമ്മളുടെ സാഹചര്യം അനുസരിച്ച്, നമുക്ക് അവരോടുള്ള സ്നേഹം അനുസരിച്ച്, അവരോട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ബന്ധത്തിൽ ഇച്ചിരി വീഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിന് ഒന്നിനാലും മാറ്റമില്ല. നാം ചോദിക്കുന്നത് ദൈവം തരും എന്നാണ് അതിൻ്റെ അർത്ഥം. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ 1:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, 5ഉം 6ഉം മാത്രം ഞാൻ വായിക്കാം. നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പൊ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവൻ ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അപ്പൊ നമ്മള് വിശ്വാസത്തോടെ യാചിക്കണം. നമുക്ക് കിട്ടും എന്ന ഒരു വിശ്വാസത്തോടെ യാചിക്കണം. ഭൗതിക കാര്യങ്ങളിലേക്ക് അധികമായി ആത്മീക കാര്യങ്ങൾ നാം എന്തു ചോദിച്ചാലും ദൈവം തരും. അപ്പം നാം സംശയിക്കാതെ വിശ്വാസത്തോടെ ദൈവത്തോട് യാചിക്കണം. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പാൻ നിങ്ങൾ കണ്ടെത്തുമെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം കർത്താവിനോട് ചോദിക്കുന്ന, എല്ലാവരോടും ചോദിച്ചാൽ ഒന്നും കിട്ടത്തൊന്നുമില്ല, പക്ഷെ ദൈവത്തോട് ചോദിച്ചാൽ അത് കിട്ടും എന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് സംശയമില്ലാതെ ചോദിച്ചു. സംശയം വരുവാൻ കാരണം എന്താ? നമുക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ചിലവരോട് ചോദിക്കുമ്പോൾ നമുക്ക് അവരെ ആശ്രയിക്കുകയും അവരോട് വിശ്വാസമുണ്ട്, അവർക്കുണ്ടെന്ന് അറിഞ്ഞ് അവരുടെ കയ്യിൽ നമുക്ക് തരാൻ കഴിവുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളെല്ലാവരോടും ചോദിക്കാറുള്ളത്. അല്ലാത്തവരോട് നമ്മൾ ചോദിക്കാറില്ല, അല്ലേ? അപ്പോൾ നാം ദൈവത്തോട് നമുക്ക് കിട്ടാത്ത നമ്മൾ സംശയിച്ചുകൊണ്ട് ചോദിക്കും. ദൈവത്തിൻ്റെ കയ്യിൽ തരുവാൻ കഴിയുമോ എന്ന് നമ്മൾ സംശയിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവം നമുക്ക് തരുവാൻ കഴിയും എന്ന ദൈവത്തിന് നമുക്ക് തരുവാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ നാം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആശ്രയിക്കുക. അപ്പം നമ്മൾ ചില ആൾക്കാരോടൊക്കെ കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ പറഞ്ഞ, ഈ ലോകത്തിലെ ആൾക്കാരോട് ചില കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുമോ തരത്തില്ലയോ എന്നുള്ള ചിന്തയിലൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ദൈവത്തോട് അങ്ങനെയല്ല. ദൈവം പറയും, ചോദിപ്പീൻ എന്നാ നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പം ദൈവത്തോട് സംശയം കൂടാതെ നാം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അവിടെ നമ്മൾ പറയുന്നു, ദൈവം നമുക്ക്, ഇവിടെ പൗലോസ് പറയുന്നു, ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുവാനുള്ള, അല്ലെ ഉത്തരം തരുവാനുള്ള ഒരു മീൻസ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവാണ്. അപ്പം പരിശുദ്ധാത്മാവിനാലാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതും. പറയുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന, പരിശുദ്ധാത്മാവിനാൽ കഴിയുന്ന. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചതാണ്, നമ്മിലുള്ള പരിശുദ്ധാത്മാവ് ദൈവത്തെ ക്രിസ്താവായി, അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. നമ്മൾ അബ്രഹാം പറയുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം, അല്ലെ? അങ്ങനെയാ പറയുന്നത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പം മരിച്ചവരെ ഉയർപ്പിക്കാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനും കഴിയുള്ള ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ആ പരിശുദ്ധാത്മാ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നത്. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവാണ്. അപ്പം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ ആ ആത്മാവിനാൽ നമുക്കും ചോദിക്കുന്നത് തരുവാൻ ദൈവത്തിന് കഴിയും. അപ്പം നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ചെറുതാക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് സംശയം വരുന്നത്. ഒന്ന് വായിക്കാം, റോമാലേഖനം 8:11. യേശുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വിലയില്ലാതെയൊക്കെ കാണുമല്ലേ. നമ്മളുടെ ഒരു ആത്മാവിനെ തന്നിട്ടെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ
ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പം നമ്മളുടെ മർത്യശരീരം ഉയർത്തണമെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവില്ലാത്ത, ഇവിടുത്തെ അർത്ഥം പറഞ്ഞതാണ്, ഈ വാക്യം വായിച്ചതിന്റെ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ, അപ്പം പരിശുദ്ധാത്മാവ് നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഉയർക്കത്തില്ല. അപ്പം നമ്മളിലൊരു പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നടത്തുവാൻ കഴിവുള്ള ആത്മാവാണ്, ഉയർപ്പിക്കുന്ന ആത്മാവാണ് എങ്കിൽ നമ്മിൽ വസിക്കുന്ന ആത്മാവിന് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ തരുവാൻ ശക്തിയില്ലേ? അല്ലേ? മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാമെങ്കിൽ നമ്മളുടെ ഈ ചെറിയ ആവശ്യങ്ങളാണോ ദൈവത്തിന് തരാൻ കഴിയാൻ വയ്യാത്തത്? ഏറ്റവും വലുത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരിക എന്നുള്ളതാ, അല്ലേ? അത് തരാൻ കഴിയുന്ന നമ്മിൽ വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന് കഴിയുമെങ്കിൽ നാം ആത്മാവിനെ കൊച്ചാക്കി കാണരുത്. ആ സെയിം ആത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിലും വസിക്കുന്നത്. അപ്പോൾ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ കഴിയുന്നവന്. അപ്പം നാം ഈ പ്രാർത്ഥനകളെല്ലാം ചോദിക്കണം. നമ്മൾ വിചാരിക്കും ഇതൊന്നും നമുക്ക് നേടുവാൻ, നമുക്ക് അങ്ങനെ ആയിത്തീരുവാൻ കഴിയത്തില്ലെന്ന്. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ നമ്മളോട് പറയുന്നു, ഇതെല്ലാം കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ചെയ്യുന്ന നമ്മിൽ വസിക്കുന്ന ആത്മാവിനാലാണ്. അപ്പോൾ ഈ പ്രാർത്ഥന കണ്ടീഷണൽ ആണ്. അങ്ങനെ പറയുമ്പോൾ കണ്ടീഷണൽ അല്ലേ? എന്തുകൊണ്ടാണ്? നാം എത്രത്തോളം നമ്മിൽ എത്രത്തോളം പരിശുദ്ധാത്മാവുണ്ടോ, അല്ലെങ്കിൽ നാം എത്രത്തോളം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവോ, അത്രത്തോളമായിരിക്കും നമ്മൾക്ക് പ്രാർത്ഥനയുടെ ഫലമുണ്ടാകുന്നത്. ദൈവം നമുക്ക് ആത്മീക കാര്യങ്ങളെ തരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് നടത്തുന്നത്. അപ്പം നമ്മൾ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ നമ്മുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചാൽ മാത്രമേ നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുത്തുള്ളൂ. നമ്മുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഡം ക്ഷയിക്കണം. ജഡം ക്ഷയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകൾ ക്ഷയിക്കണം. നമ്മള് ശരീരം ക്ഷീണിച്ചു പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞ, ഇതൊരു കൂടാരമാണ്. ഇത് വെറുതെ കുറച്ച് നാളത്തേക്ക് തന്നേക്കുന്നതേ ഉള്ളൂ. ഈ കൂടാരത്തിനകത്തൊരു ജഡമുണ്ട്, ജഡത്തിന്റെ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തുള്ളൂ. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് അത് പോകുന്നതാണ്. പക്ഷെ നമ്മുടെ ഒരു പുറമെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അല്ലെ? ഈ പുതിയ സൃഷ്ടിക്ക് മുമ്പേ നമുക്കൊരു പഴയ മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ നമ്മിൽ നിന്ന് പൂർണ്ണമായും പോയതിനു ശേഷമേ നമ്മളുടെ അകത്ത മനുഷ്യൻ ബലപ്പെടാനായിട്ടുള്ളൂ. പഴയ മനുഷ്യന്റെ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അകത്തെ മനുഷ്യൻ ബലപ്പെടത്തില്ല. അപ്പൊ നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ മാത്രമേ നമ്മൾക്ക് ആ ദൈവികമായ അത്രത്തോളം ദൈവത്തിന്റെ നിറവിനോളം ആയി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആ നിറവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മള് എല്ലാം ചോദിക്കുന്നതിലും കർത്താവ് വന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരുമെന്നാ പറയുന്നല്ലേ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മൾ വർദ്ധിച്ചു വരുന്നതാണ്. നമ്മൾ ജ്ഞാനം വർദ്ധിക്കുന്നത് പോലെ, പരിജ്ഞാനം വർദ്ധിക്കുന്ന പോലെ, അറിവ് വർദ്ധിക്കുന്നത് പോലെ ആ വിവേചന ശക്തി വർദ്ധിക്കുന്നത് നമ്മിലെ പരിശുദ്ധാത്മാവും വർദ്ധിച്ചു വരുന്നതാണ്. അപ്പൊ നാം ദൈവത്തിന്റെ ആത്മാവ് വർദ്ധിച്ചു വരിക എന്ന് പറയുമ്പോൾ ആ വചനത്തിൽ നാം നിറയണം. ദൈവത്തിന്റെ ആത്മാവിന് നമ്മിൽ വർക്ക് ചെയ്യുവാനായിട്ട് നാം അനുവദിക്കണം. എന്ന് വെച്ചാൽ നാം പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരുന്ന ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് അകത്തെ മനുഷ്യൻ ബലപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ കഴിയുന്നവനെ എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് കഴിയും, പക്ഷേ നാം ദൈവത്തിന് കീഴടങ്ങി ഇരുന്നാൽ മാത്രമേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കും, കർത്താവെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാൻ വളരണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ പുസ്തകം എടുത്തു വെക്കാൻ നമുക്ക് സമയമുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക്
നമുക്ക് പുസ്തകം എടുത്തു വെച്ചാൽ പഠിക്കാൻ സമയമുണ്ടോ? നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ സമയമുണ്ടോ? നമ്മുടെ വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ സമയമുണ്ടോ? നമുക്ക് പിന്നെ ഇച്ചിരി നേരം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാം, അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഒരു ആശ്വാസത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ഒരിക്കലും ബലപ്പെടുത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കാൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വചനം വായിക്കണം. വചനം വായിച്ചാൽ മാത്രമേ നമ്മുടെ അകത്തെ ദുഷിച്ച് കിടക്കുന്ന സാധനമൊക്കെ വെളിയിൽ പോകത്തുള്ളൂ. അല്ലാതെ ആത്മാവ് ഉള്ളിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അകത്തിരിക്കുന്ന സാധനങ്ങളൊന്നും വെളിയത്ത് പോകത്തില്ല. കാരണം വചനമാണ് കണ്ണാടി എന്ന് പറയുന്നത്. കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാലേ, നമ്മൾ കണ്ണാടിയിൽ നോക്കിയാലല്ല ഉള്ളത്, നമ്മൾ തലയൊക്കെ ചെയ്ത് നമ്മൾ മുഖമൊക്കെ വൃത്തിയാക്കും. കണ്ണാടി നോക്കിയില്ല അത് എവിടേക്കാ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അല്ലേ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്നൊന്ന് മുഖം കഴിയിട്ട് അങ്ങ് പോകും. പക്ഷെ കണ്ണാടി നോക്കാതെ പോയി എവിടേക്ക് ഇരിക്കുന്നൊന്നും അറിയത്തില്ല. സോപ്പ് അവിടെ ഇരുന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. കണ്ണാടി നോക്കി കഴിയുമ്പോൾ കണ്ണാടി നമ്മളോട് പറയും അവിടെ ഇവിടെയൊക്കെ അഴുക്കിരിപ്പുണ്ടേ. പക്ഷെ കണ്ണാടി നമ്മളോട് പറഞ്ഞിട്ട് കണ്ണാടി നമുക്ക് ചെയ്തു തരുമോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ കൈകൊണ്ട് തുടച്ചാലേ ഒക്കത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് വചനം അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ വചനം കണ്ണാടിയിലൂടെ നമുക്ക് കാണിച്ചു തരും ദൈവം നമ്മളുടെ കുറവുകളൊക്കെയാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് നമുക്ക് കാണിച്ചു തരും വചനത്തിലൂടെ തെറ്റെന്താണെന്ന് അല്ലേ. പക്ഷേ വചനം കയ്യിലിരുന്നത് കൊണ്ട് നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളല്ലല്ലോ നമ്മുടെ ഉള്ളിലെ പുറത്തെ മനുഷ്യന്റെ സ്വഭാവങ്ങളൊക്കെ മാറാനായിട്ടൊക്കെ ആ പഴയ മനുഷ്യൻ ഇപ്പോഴും ഇരിപ്പിയല്ലേ. അതൊക്കെ മാറണമെങ്കിൽ നാം ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നടക്കണം. വചനത്തിൽ പറയുന്നത് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ നാം എത്രത്തോളം ആത്മാവിന് കീഴടങ്ങി നടക്കുന്നുവോ അത്രത്തോളം ദൈവം നമുക്ക് തരും. അപ്പം നാം ചോദിക്കുന്നതല്ല തരുന്നത്, നാം നനയ്ക്കുന്നതല്ല, അത്യന്തം പരമായി നമ്മൾ വിചാരിക്കുന്നതിനും അധികം പരമായി. മുമ്പേ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന, നമ്മുടെ പരിജ്ഞാനത്തെ കവിയുന്നതനുസരിച്ച് ദൈവം അതിനേക്കാളും എത്രത്തോളം നമുക്ക് വേണം, ദൈവത്തോടു കൂടെ എപ്പോഴും ഇരിക്കണം, എത്ര പഠിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് അതിനേക്കാളും ദൈവം തരുമെന്ന് ഈ വാക്യം മാത്രം എടുത്ത് നിങ്ങൾ പഠിച്ചാലും മതി. ഒരു കുഴപ്പമില്ല. കർത്താവേ എനിക്ക് പഠിക്കണം, പക്ഷെ അവിടെ എനിക്ക് ബുദ്ധിയില്ല, ഓർമ്മ കിട്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വാക്യം പറഞ്ഞ എൻ്റെ തലയ്ക്കകത്ത് ഇരിക്കുന്നില്ല. പക്ഷെ ഒരു വാക്യം പഠിച്ച് നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? നമുക്ക് പ്രായം കൂടുമ്പോൾ ഇച്ചിരി ഓർമ്മ കുറവൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ അതിനനുസരിച്ച് നാം വർക്ക് ചെയ്തേ ഒക്കത്തുള്ളൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ മതിയായിരുന്നു, 2 പ്രാവശ്യം വായിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഈ പഠിത്തമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എവിടെ വരെ എത്തുക, അന്ന് പഠിച്ചായിരുന്നു നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ വാക്യം ഓർമ്മ വരുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അത് പഠിച്ചു കാണാതെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി വെക്കരുത്, അത് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം അങ്ങനെ ദൈവം അതിനെ ഉള്ളിൽ വസിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് ബലപ്പെടുവാനായിട്ടൊക്കത്തുള്ളൂ. അകത്തെ മനുഷ്യൻ നാം ബലപ്പെടത്തുള്ളൂ. അപ്പം അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ വർദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം തരുന്നത് പരിശുദ്ധാത്മാവിലാലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത് കണ്ടീഷണൽ ആണ്. പരിശുദ്ധാത്മാവ് എത്രത്തോളം നമ്മൾ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നാം എത്രത്തോളം കീഴ്പ്പെട്ടിരിക്കുന്നു അത്രത്തോളമായിരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ദൈവത്തിന് തരും. അപ്പം നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട് നമുക്ക് ഉത്തരം നൽകുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, അവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബലഹീനയ്ക്ക് തുണ നിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട എന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ നമ്മുടെ പുറത്തെ മനുഷ്യന് വേണ്ടുന്ന പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് പറയും, ഇത് അങ്ങോട്ട് പോകാനുള്ള ശരീരമാ. അപ്പം ഇതിനെ പുറത്തെ മനുഷ്യനെ തന്നെ ആഗ്രഹിച്ചിരുന്ന ആ ശരീരം ഉയരത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് ഞരങ്ങിക്കൊണ്ട് നമ്മളെ ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക്, ദൈവികമായി വളരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും അല്ലെ. കർത്താവ് പറഞ്ഞതുപോലെ ശരീരം ബലഹീനമാന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഗെത്സമനാത്തോട്ടത്തിൽ കാണുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാൻ പോയപ്പം എല്ലാവരും ഉറങ്ങുമായിരുന്നല്ലേ. പക്ഷേ അവർക്ക് അറിയത്തില്ലായിരുന്നു ക്രിസ്തു അടുത്ത നിമിഷം അടുത്ത മണിക്കൂറുകളിനകത്ത് മരിച്ചു പോകുന്നു. പക്ഷെ കർത്താവിനറിയാം താൻ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം പറയാം, കർത്താവ് ശരീരം ബലഹീനമാന്ന് പറയുന്നുണ്ടല്ലേ. ആത്മാവ് ഒരുക്കമായിട്ടിരിക്കണം അല്ലേ. അങ്ങനെ എപ്പോഴും ജാഗരിച്ചുകൊണ്ടിരിക്കണം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി
കർത്താവിനെ സേവിപ്പെന്നാ പറയാം. എരിവില്ലാതെ കർത്താവിനെ സേവിപ്പാനായിട്ട് കഴിയുകയില്ല. എരിവില്ലാതെ ജഡത്തെ സേവിപ്പാനും ശരിക്കും കഴിയുകയില്ല. അതുകൊണ്ട് നാം ഏതിനെ പോഷിപ്പിക്കുന്നോ അതായിരിക്കും വർദ്ധിച്ചു വരുന്നത്. അപ്പം നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കഴിയുന്നതിന് നമ്മൾ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 2 വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം. 5-ന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. 16-ഉം 17 ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡത്തിന്റെ മോഹം നമ്മിൽ ഉള്ളത്തോളം കാലം ആത്മാവിൽ നമുക്ക് ബലപ്പെടുവാനായിട്ട് കഴിയില്ല. മോഹമുണ്ട്, അത് ശരിയാണ്. പക്ഷെ അതിനെ അടക്കി നിർത്തിയിട്ട് നമ്മൾ ആത്മാവിൽ ബലപ്പെടണം. 17-ാമത്തെ വാക്യം, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവൽ അത് പ്രതികൂലമല്ലോ. അപ്പം നമ്മള് വചനം വായിക്കണം, നമുക്ക് വചനം പഠിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? ഉറക്കമൊക്കെ ആവശ്യമൊക്കെയാ. പക്ഷെ ക്ഷീണം വരുമ്പം ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് ഇരിക്കാം, ഒന്ന് പിന്നെ റിലാക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വചനം നമ്മുടെ ഉള്ളിൽ കയറുമോ? വചനം നമ്മുടെ ഉള്ളിൽ കയറണമെങ്കിൽ നാം വചനത്തിന്റെ കൂടെ ഇരുന്നാൽ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് ദൈവം നമുക്ക് തരുന്നത്. അപ്പം ചോദിക്കുന്നതും കിട്ടും, നനയ്ക്കുന്നതും കിട്ടും, അതിനധികമായി ദൈവം കിട്ടും. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരിക്കും എന്നതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എപ്പോഴും നമ്മുടെ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആണല്ലേ എപ്പോഴും നമ്മളോടുകൂടെ ഇരിക്കുന്ന നമ്മൾ വിശുദ്ധിയോടെ വചനത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയൊന്നുമില്ല. പരിശുദ്ധാത്മാവ് അവിടെ തന്നെ ഇരിക്കും. വിശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ പരിശുദ്ധനായ ദൈവത്തിന് ഇരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മിൽ ഇരുന്നു കൊണ്ട് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യം വരുത്തി തരും. സത്യവും നീതിയും ന്യായവിധിയും ഒക്കെ കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തി തരുമ്പോൾ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം വിടേണ്ടതിനെ വിട്ട് കളഞ്ഞ് മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിച്ച് നല്ലതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തീയതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മൾ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം ക്രിസ്തുവിനെ നമ്മൾ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളുടെ അശുദ്ധികളെയൊക്കെ നീക്കി കളയുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ക്രിസ്തുവിന്റെ സ്വരൂപം നമ്മൾ ഉളവാക്കുവാനായിട്ട് സാധിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്നത് ആദ്യ ഗഡുവായിട്ട് ആ ഗഡു എന്തിനാ തന്നത്? ആ ക്രിസ്തുവിന്റെ അനുരൂപതയിലേക്ക് നമ്മളാകുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിരുന്ന് പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെട്ടാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ അനുരൂപതയിലേക്ക് നമുക്ക് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നാം പാപത്തെ ചെറുത്ത് നിൽക്കണം. പാപം നമ്മൾ വളരുവാനായിട്ട് അല്ലെങ്കിൽ പാപം നമ്മൾ കടക്കുവാനായിട്ട് നാം അനുവദിക്കരുത്. പാപത്തിന്റെ എല്ലാ ഭോഗങ്ങളോടും താൽക്കാലിക ഭോഗങ്ങളോടെല്ലാം നാം എതിർത്ത് നിൽക്കണം. ഭോഗങ്ങളും എല്ലാ മോഹങ്ങളും എല്ലാം തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിനെയൊക്കെ ചെറുത്ത് നിൽപ്പാനുള്ള കൃപ ദൈവത്തിന് തരുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതുപോലെ നമ്മെ ഇതിനെല്ലാം ചെറുത്ത് നിൽപ്പാനുള്ള കഴിവ് ലഭിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ പ്രാർത്ഥനയിലേക്ക് ദൈവം നയിക്കും. കാരണം നമ്മൾ വചനത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കണ്ണാടി എന്ന് പറഞ്ഞു, കണ്ണാടിയിൽ കൂടെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കാണുമ്പോഴേ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയൊക്കെ നമുക്ക് അതിനെയൊക്കെ ചെറുത്ത് നിൽക്കുവാനും പാപത്തോട് നമ്മൾ അനുഭാവപ്പെട്ട് ജീവിക്കാതെ പാപത്തെ എതിർത്ത് നിൽപ്പാനുള്ള കൃപ ലഭിക്കാനും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കതിനൊന്നും കഴിയില്ല. യൂദായുടെ ലേഖനം അവസാന വാക്യങ്ങളിൽ പറയുന്നുണ്ട്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷ്മമാക്കി മാസന്ധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരുമായി നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. നമുക്കിതൊന്നും കഴിയത്തില്ലെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് തൻ്റെ വിശുദ്ധന്മാരിലൂടെ എല്ലാം പരിശുദ്ധാത്മാവിനാൽ ദൈവം ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് കഴിയാത്തത് നമ്മൾ ദൈവം സാധിച്ചു തരുന്നത്. ഈ ലോകത്തിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയുമായിരിക്കും. നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ ശക്തി നമ്മുടെ ചുറ്റുമുണ്ട്.
അതുകൊണ്ട് നമ്മൾ അതിനെ എതിർത്ത് നിൽത്താൽ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയുള്ളൂ. നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ ഇരിക്കാൻ നാം ആഗ്രഹിക്കുന്നു, അത്രത്തോളം നമ്മെ അതിൽ നിന്ന് പിടിച്ചു മാറ്റി കളയുവാനായിട്ട് അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിൽ ചിന്തകൾ തരും, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിത്തരും, വേണമെങ്കിൽ നമുക്ക് അപകടങ്ങൾ വരുത്തി തീർക്കാം, നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സമയത്തെ എടുത്തു കളയാം, അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ നാം ദൈവത്തോട് പ്രാർത്ഥിച്ച്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാത്രം പോരാ, നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ടൈമും നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് സമയമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് സമയം തരും. ആ സമയം നമുക്ക് ദൈവം തരുന്ന സമയം, എല്ലാവർക്കും 24 hours ദൈവം കൊടുത്തിട്ടുള്ള സമയത്തിന് മാത്രമേ ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും കൊടുത്തതുപോലെ നമുക്കും ഉണ്ട്. നമ്മളുടെ സമയം വെറുതെ കളയാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കൊക്കെ വേണം, പക്ഷെ പാഴാക്കി കളയാതെ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ നനയ്ക്കുന്നതിനും ചോദിക്കുന്നതിനും അത്യന്തപരമായി നമ്മൾ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം അതുപോലെ തന്നെ ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം പരിശുദ്ധാത്മാവ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ നാം കൊച്ചാക്കി കളയരുത്. നമ്മളുള്ള പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ജീവിപ്പാൻ നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് നാം ജീവിക്കണമെങ്കിൽ സത്യം നാം മനസ്സിലാക്കണം. സത്യം മനസ്സിലാക്കുന്ന നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. നമ്മുടെ പരിശുദ്ധാത്മാവാണ് വചനത്തിന്റെ ഓതർ എന്ന് പറയുന്നത്, അല്ലേ? ആ ഓതർ നമ്മോട് കൂടെ ഇരുന്ന് വചനത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ നാം വചനം കണ്ണാടിയാണ്. കണ്ണാടിയിൽ കാണുന്ന കാര്യങ്ങളെ നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കണം. അതിനുവേണ്ടി നമുക്ക് കഴിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ചെയ്യുവാൻ കഴിയും. നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. നാം ദൈവവചനത്തിന്റെ മുമ്പിൽ ഉറ്റിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പം പരിശുദ്ധാത്മാവിന് നാം കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ദൈവം നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ കാര്യങ്ങൾ നമ്മൾ ഇത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കീഴടങ്ങി ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറിയയുടെ കാര്യമെന്ന് പറയുന്നത്. മറിയ ഒരു യൗവനക്കാരിയായിരുന്നു. 16-17 വയസ്സ് കാണുമായിരിക്കും, നമുക്കറിയില്ല അത് എത്രയുണ്ടത്. അന്നത്തെ കാലത്ത് മറിയയ്ക്ക് ദൈവത്തിന്റെ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, നിനക്ക് ഒരു സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അറിയത്തില്ല മറിയയ്ക്ക് അങ്ങനെ ഒരു കാര്യം. ഇത് എങ്ങനെ സംഭവിക്കുന്നൊക്കെ ചോദിക്കും മറിയ പക്ഷേ ആ ഭവിഷ്യത്ത്, അന്നത്തെ കാലത്തുള്ള ഭവിഷ്യത്തുകളൊക്കെ നേരിടും. മരണപ്പെടുവാൻ പോലും സാധ്യതയുള്ള അവസരമായിട്ടും ഞാൻ നിന്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെത്താൻ സമർപ്പിച്ചതുപോലെ, അതുകൊണ്ടാണ് രക്ഷകൻ ഈ ലോകത്തിലേക്ക് വരുവാൻ, മറിയയിലൂടെ വരുവാൻ കാരണമായി തീർന്നത്. തന്നെത്താൻ സമർപ്പിച്ചതുപോലെ നാമും നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഭൗതികമായ കാര്യങ്ങളൊക്കെ നമുക്ക് നേടുവാനായിട്ട് കഴിയുമായിരിക്കാം. പക്ഷെ ആത്മീകമായ കാര്യങ്ങൾ നേടണമെങ്കിൽ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചാൽ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. നമ്മള് പഴയ നിയമ പുസ്തകത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. ദൈവത്തെ അനുസരിച്ച് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്നാണ് പറയുന്നത്. നമുക്ക് യെരമ്യാ പുസ്തകം 29-ാമത്തെ വാക്യം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്ന് വായിക്കാം. പ്രവാസത്തിലിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു വാക്യം എഴുതുന്നതാണ് യെരമ്യാ പ്രവാചകങ്ങളിലൂടെ. അവിടെ അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ തിരിച്ചു വരുത്തുമെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. പക്ഷെ നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ് നിങ്ങളിപ്പം പ്രവാസത്തിലേക്ക്, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിപ്പാൻ, അന്യദൈവങ്ങളെ ആരാധിക്കാൻ പോയത് കൊണ്ട്, പരസംഗം ചെയ്തുകൊണ്ട് ആണ് നിങ്ങളെ ഞാൻ പ്രവാസത്തിലേക്ക് അയച്ചത്. പക്ഷെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ എന്നെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ വായിക്കാം 29 യെരമ്യാവിന്റെ പുസ്തകം 29-ന്റെ 11, 12, 13 വാക്യങ്ങൾ. ആ 11, 12 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉദ്ധരിക്കുന്നതൊക്കെ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ആ പ്രത്യാശിക്കുന്ന ശുഭഭാവി എന്തുവാ? അവർ ഇസ്രായേലിലേക്ക് തിരിച്ചു വരണം, അല്ലേ? അവരെ കനാൻ ദേശത്തേക്ക് തിരിച്ചു വരണമെന്നല്ലേ അവിടെ പറയുന്നു. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. എങ്ങനെയാ കേൾക്കുന്നേ? നിങ്ങൾ എന്നെ അന്വേഷിക്കും,
പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. അപ്പം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിച്ചാൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അപ്പം പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കീഴടങ്ങി ജീവിക്കുമ്പോഴാണ് നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതെല്ലാം നമുക്ക് ദൈവം തരുന്നത്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യങ്ങൾ പറയുന്നു, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നവനാ ദൈവത്തെ സ്നേഹിക്കുന്നവൻ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനാ. വായിക്കാം, യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തുക. അപ്പം കർത്താവിന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവം തന്നെ വെളിപ്പെടുത്തി തരികയുള്ളൂ. അപ്പോൾ വചനം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തോടുള്ള സ്നേഹം എന്നാ? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോട് സ്നേഹം ഉണ്ടെന്ന് പറയുകയും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുന്നവൻ കള്ളനാകുന്നല്ലേ ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ പല പ്രാവശ്യം പഠിച്ചതല്ലേ. അങ്ങനെ പറയുന്ന നിങ്ങൾ ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പറയുകയും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ കള്ളനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളത്. നാം ചോദിക്കാൻ നനയ്ക്കുന്ന അത്യന്തം പരമായി നമ്മിൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. അത് നമ്മളുടെ പരിശുദ്ധാത്മാവിലാണ് ദൈവം അത് തരുന്നത്. ആ 16 മുതൽ 19 വരെ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്, നമ്മുടെ പരിജ്ഞാനത്തിന് അതീതമാണ്. പക്ഷേ അത് മനുഷ്യന്റെയും എല്ലാം ചിന്തയ്ക്ക് അതീതമാണെങ്കിലും നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാൽ ദൈവം നമുക്കത് നിറവേറ്റി തരും. അത് ദൈവത്തിന് കഴിയും, ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നാം അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. പൗലോസ് അപ്പോസ്തലൻ അവൻ എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കിട്ടത്തില്ലെന്ന് വിചാരിച്ചല്ലല്ലോ പ്രാർത്ഥിച്ചത്, അവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു തന്നെയാണ് പ്രാർത്ഥിച്ചത്. അവർക്ക് വേണ്ടി 2 പ്രാർത്ഥനകൾ വായിക്കുന്ന കൊലോസി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ കൊലോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടിയും അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാം ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത വാക്യത്തിൽ നമ്മൾ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് പോകുമ്പോൾ, റോമാലേഖനം 12:1 മുതൽ 1-2 വാക്യങ്ങൾ, നാം ജീവനുള്ള ആരാധനയായി തരണം നമ്മുടെ ശരീരങ്ങളെയും മനസ്സിനെയും രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിന്റെ സന്നിധിയിൽ പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചാൽ ദൈവം നമ്മൾ പ്രവർത്തിക്കും. റോമാലേഖനം 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗത മിന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പം മനസ്സ് പുതുക്കിയാൽ മാത്രമേ നമുക്ക് അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. 21-ാമത്തെ വാക്യം അത് ദൈവത്തോടുള്ള സ്തോത്ര പ്രാർത്ഥനയാണ്. അവിടെ സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയാൻ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കും. അപ്പം നമ്മിൽ ദൈവത്തിന് കഴിയുവാൻ ചെയ്യുന്ന ദൈവം നമുക്ക് ദൈവത്തിന് നമ്മൾ ചെയ്യുവാനായിട്ട് കഴിയും. ആ ദൈവത്തിന് നമ്മൾ സ്തോത്രം പറയണം, നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം സ്തുതിക്ക് യോഗ്യനാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ 148 പറയുന്നു, ഭൂമിയിലും സ്വർഗത്തിലുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നുണ്ടല്ലേ. 150-ാം സങ്കീർത്തനം പറയുന്നു, ജീവനുള്ളതൊക്കെയും ദൈവത്തെ. അപ്പം ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ എല്ലാവരും സ്തുതിക്കണം. കാരണം എന്താ? ദൈവം എല്ലാവരുടെയും സൃഷ്ടിതാവാണ് അല്ലെ. അതുകൊണ്ട് എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? ദൈവം നമ്മളുടെ പിതാവാണ്. അതുകൊണ്ട് നാം ദൈവത്തെ കൂടുതലായി സ്തുതിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ സൃഷ്ടികളെല്ലാം ദൈവത്തെ സ്തുതിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ഈ സൃഷ്ടികളെല്ലാം ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ലേ. പക്ഷേ നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നാം നിത്യകാലം ദൈവത്തോട് വസിക്കേണ്ടത്. അപ്പം തലമുറയായും ദൈവത്തിന് മഹത്വം. ആമേൻ. അപ്പൊ ഈ കാലത്തിലും അടുത്ത നിത്യയിലും നാം ദൈവത്തെ സ്തുതിക്കാനുള്ളത് തന്നെ. അപ്പൊ ഈ സൃഷ്ടികളൊക്കെ, ബാക്കി എല്ലാ സൃഷ്ടികളും സഭ ഒഴികെ ബാക്കി എല്ലാ സൃഷ്ടികളും ഈ ലോകത്തിൽ മാത്രമേ ദൈവത്തെ സ്തുതിക്കത്തുള്ളൂ. പക്ഷേ നാം യുഗാന്ത്യത്തോളം നിത്യതയോളം ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ടല്ലേ പറഞ്ഞത് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു
കൂട്ടമാണ്. ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയാളും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഈ സ്തുതിയുടെ കാലയളവെന്ന് പറയുന്ന തലമുറ തലമുറയായി എന്നേക്കുമുള്ളതാണ്. അത് നിത്യതയോളം കവിയുന്നതാണ്, അല്ലേ? നമ്മൾ റോമാലേഖനം 11 അവസാനമാക്കിയപ്പോൾ സകലവും അവരിൽ നിന്നും അവങ്കിലേക്കും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആവുന്നു, അവൻ എന്നേക്കും മഹത്വം. കാരണം നാം രക്ഷയിലേക്ക് വന്നത് സകലവും ദൈവം നിർണയിച്ചതായല്ലേ. നമ്മൾ അതുകൊണ്ടല്ലേ 1-ാം അധ്യായം മുതൽ എഫേസ്യലേഖനം പറഞ്ഞേ എന്താ പറയുന്നേ, ആ എല്ലാം ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു, നമ്മെ മുൻനിയമിച്ചു, നമ്മെ വിളിച്ചു, വേർതിരിച്ചു. ദൈവത്തിൻ്റെ ആ പാപങ്ങളുടെ മോചനമെന്ന് നമുക്ക് വീണ്ടെടുപ്പ് തന്നു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. ആ കാലസമ്പൂർണതയിലെ ക്രിസ്തുവിൽ സകലവും ഒന്നായി ചേരുമെന്ന ആ വ്യവസ്ഥയിലേക്ക് നമ്മെ ആക്കി വച്ചിരിക്കുന്ന സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. അവൻ എന്നേക്കും മഹത്വമാമേൻ. അപ്പം നമ്മൾ ആ അവസ്ഥ ഏതവസ്ഥയായിരുന്നു? നമ്മുടെ മുമ്പിലത്തെ അവസ്ഥ എവിടെയായിരുന്നു? 2-ാമത്തെ അധ്യായം പറഞ്ഞ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചൊരു ജനതയെ 2-ാമത്തെ അധ്യായത്തെ 7-ാമത്തെ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു? സ്വർഗത്തോളം കൊണ്ടെത്തിച്ചിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ എത്ര സ്തുതിക്കണം. ഗ്രേവ് യാർഡിൽ നിന്ന് ആ ഗ്രേസിലേക്ക്, ആ ത്രോണിലേക്ക്, ആ സിംഹാസനത്തിലേക്ക് നമ്മെ ആക്കിയിരിക്കുക. അപ്പം നമ്മൾ എത്രത്തോളം സ്തുതിക്കണം. നമ്മളെ ആ ഗ്രേവ് യാർഡിൽ നിന്ന് ദൈവം ഉയർത്തിയിട്ട് 1-ാം അധ്യായത്തിൽ പറഞ്ഞ സകല പൊസഷൻസും നമ്മൾ തന്നിട്ട് ആ പൊസിഷനിൽ ക്രിസ്തുവിൽ നമ്മെ ഇരുത്തിയിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം എത്തി? അപ്പൊ നമ്മളെ എത്രത്തോളം എത്തിക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നാം ദൈവത്തോട് ചോദിക്കണം. നമ്മിൽ വസിക്കുന്ന, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാൽ കഴിയുന്നവന് തലമുറ തലമുറയോളം മഹത്വം. കാരണം നാം എവിടെയായിരുന്നു? പാപത്തിന്റെ കുണ്ടുകുഴിയിലായിരുന്നു, നാശകരമായ ചെളിയിലായിരുന്നു. നമ്മെ ക്രിസ്തു എന്ന പാറമേൽ നിർത്തി, നാവിൽ പുതിയൊരു പാട്ട് തന്ന്, കാലിനെ ബലപ്പെടുത്തി, ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ ബലപ്പെടുത്തുന്നു. ഈ ലോകത്തിലെ ആരാധന മാത്രമല്ല, നിത്യതയിലും കർത്താവിനോടുകൂടെ വസിപ്പാനായിട്ട് കൃപ ദൈവം നമുക്ക് തരുന്നു. നമ്മ എത്രത്തോളം സ്തുതിക്കണം. പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ സൃഷ്ടികളെല്ലാം സൃഷ്ടിതാവായ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ അവരുടെ സ്തുതിയൊക്കെ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന. നമ്മൾ ദൈവത്തോടുകൂടെ നിത്യതയോളം വാഴേണ്ടതാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ നാം ആയിരിക്കുമ്പോൾ ദൈവത്തെ എത്രത്തോളം സ്തുതിക്കണം. നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണെല്ലാം. കാരണം നമുക്കൊന്നും ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്നു. ദൈവത്തോട് റിബല്യസ് ആയിട്ട് ജീവിച്ച നമ്മളെ ദൈവം വീണ്ടെടുത്ത് ആ മഹത്വത്തിലേക്ക് ആക്കി തീർത്തപ്പോൾ നാം ദൈവത്തോട് നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടാണോ നമ്മൾ ദൈവത്തെ അറിഞ്ഞത്? അല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതല്ല. നാം ദൈവത്തെ തെരഞ്ഞെടുത്തൊന്നും അല്ല. ആർക്കും ദൈവത്തെ തെരഞ്ഞെടുക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ മാത്രമാ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക. അതിനും പ്രവൃത്തികളൊന്നും കാരണമല്ല, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. അപ്പം ആ ദൈവത്തെ നമ്മൾ എത്രത്തോളം സ്തുതിക്കണം. നമ്മളെ വായുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ അതിനേക്കാളും അധികമായി നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് സ്തുതിക്കേണ്ടത്? നമ്മളുടെ അവസ്ഥ ഓർക്കുമ്പോൾ, നാം എവിടെയായിരുന്നു എന്നറിയുന്ന അവസ്ഥ ഓർക്കുമ്പോൾ എത്രത്തോളം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും. ഈ ലോകത്തിലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിയുക, അങ്ങനെ ജീവിക്കാനാണെങ്കിൽ നമുക്ക് സ്തുതിയും സ്തോത്രമൊന്നും വരത്തില്ല. പക്ഷേ ഈ ലോകത്തിന്റെ അപ്പുറത്ത് ദൈവം ആ ലോകത്തിലേക്ക് നമ്മെ കൈപിച്ചു നടത്തിയപ്പോൾ ആ സ്നേഹമോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ വലിയ സ്നേഹം. അപ്പം നാം വായ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാത്രം ചേരാതെ ജീവിതം കൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി തീരണം. നമ്മൾ പഠിച്ചില്ലായിരുന്നു, സഭയിലും മറ്റുള്ളവരുടെ ഇടയിലും സഭയിലൂടെയാണ് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. ദൂതന്മാർക്കും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാം ദൈവം നമ്മിലൂടെയാണ് അവരെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം അവർ നമ്മിലൂടെയാണ് കാണുന്നത്. അവര് നമ്മുടെ അവിശ്വാസികളായ ആൾക്കാർ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ദൈവത്തിന്റെ മഹത്വം കാണുന്നത് നമ്മിലൂടെയാണ്. അതുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. എഫെസ്യലേഖനം 5-18 വാക്യത്തിൽ ഇങ്ങനെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലാ
എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി നാം സ്തോത്രം ചെയ്യുന്നവരായിരുന്നു. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കണം. ഒരു ദിവസം പോലും നമ്മുടെ രക്ഷയെക്കുറിച്ച് സ്തുതിക്കാൻ നാം മറന്നു പോകരുത്. ഈ ലോകത്തിൽ പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് സ്തുതിക്കാം, നമ്മളെ എല്ലാത്തിനും സ്തോത്രം ചെയ്യാം. പക്ഷെ മറക്കരുത് നമ്മുടെ രക്ഷയെക്കുറിച്ച്. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാം, എപ്പോഴും നമ്മുടെ ഊണിൽ ഉറക്കത്തിലും എല്ലാം നമുക്ക് ആ ചിന്ത വേണം. പക്ഷെ ഒരു ദിവസമെങ്കിലും നമ്മുടെ രക്ഷയെക്കുറിച്ച് ദൈവത്തോട് നന്ദി പറയുവാൻ നമ്മൾ മറക്കരുത്. കാരണം നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത ദൈവം നമ്മെ നിത്യരാജ്യത്തിലേക്ക് നമ്മെ ആക്കി തീർക്കുകയാണ്. അതിനെ ഓർക്കുമ്പോൾ എത്രത്തോളം നമ്മുടെ ഹൃദയം ആനന്ദിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പം നമ്മളെ അതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനം 2 പത്രോസിലെ 3:18 ഇങ്ങനെ പറയുന്നത്, എങ്ങനെ നാം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം, കൃപയിൽ വളരണം. അപ്പൊ അങ്ങനെയൊക്കെ വളർന്നാൽ മാത്രമേ ക്രിസ്തു നമ്മിൽ ബലപ്പെടുവാനായിട്ട് ഒക്കത്തുള്ളൂ. അങ്ങനെ ബലപ്പെട്ടാൽ മാത്രമേ നാം ദൈവത്തെ മഹത്വപ്പെടുത്തത്തുള്ളൂ ശരിക്കും. കാരണം ക്രിസ്തു ബലപ്പെട്ടാൽ മാത്രമേ നമ്മുടെ പഴയ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒക്കത്തുള്ളൂ, അല്ലെ? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്നാൽ മാത്രമേ നമ്മുടെ പഴയ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ആ കിട്ടുന്നതിനെ സ്തോത്രം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷേ ഈ ലോകത്തിലേക്ക് ഉപരിയായും നമ്മളെ ആ അകത്ത മനുഷ്യൻ ബലപ്പെടുമ്പോൾ അപ്പോഴാണ് നമ്മുടെ അവസ്ഥ, പഴയ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ആ ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന് സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ആ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ അവരെ ചോദിക്കണം. ചോദിച്ചാൽ മാത്രമേ അകത്ത മനുഷ്യൻ ബലപ്പെടുത്തുള്ളൂ. അകത്ത മനുഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനകത്തോണം നമുക്ക് പൂർണ്ണമായും ക്രിസ്തുവേശു തീർത്തു തരും. അപ്പൊ നമുക്ക് 14 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. എഫെസ്യ ലേഖനം 3:14-15. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പം പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന എന്തിനാ? പിതാവ് തരും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ആഴവും ഉയരവും ഇന്നതെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ വിചാരിച്ചാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അവരോട് പറയാം, നിങ്ങൾക്ക് കഴിയും. എന്താ? നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിലും പക്ഷെ ദൈവത്തിന് കഴിയും. എന്നാൽ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ആ ശക്തിയാൽ കഴിയുന്നവന്, ശക്തിയാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അപ്പം മനസ്സിലായോ? ദൈവം നമുക്ക് തരും. എന്തുകൊണ്ടാ കിട്ടാത്തത്? നാം ചോദിക്കാത്തത് കൊണ്ട്. നാം ചോദിക്കുമ്പം വിശ്വാസത്തോടെ ചോദിക്കണം. എന്തുകൊണ്ടാണ്? ദൈവം തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് തരുവാൻ സമ്പന്നനാണ്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ. അപ്പം നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത്. പക്ഷെ ലഭിക്കണമെങ്കിൽ നാം കുറെ കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തിന്റെ വചനം പഠിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് നാം പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിനെ കീഴടങ്ങി ജീവിക്കണം. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് പോകാം. 4-ാം അധ്യായം 4-ാം അധ്യായം അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ നമുക്ക്, ഇൻട്രഡക്ഷൻ അല്ല, ആദ്യത്തെ ഒരു വാക്യം മാത്രമേ ചിലപ്പോൾ നമുക്ക് പറയുവാനായിട്ട് ഇന്ന് കഴിയത്തുള്ളൂ. ഇവിടെ ഞാൻ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 4:1 മുതൽ 3. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്,
നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് ഇതുവരെയൊക്കെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പൊസിഷനും ഒക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിത് വായിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നില്ല. കാരണം നമ്മൾ ചെയ്യാനാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിലെ ഡോക്ട്രിനാ പറഞ്ഞേക്കുന്നത്, ഉപദേശങ്ങളാ പറഞ്ഞിരിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ ഡ്യൂട്ടിയാ പറഞ്ഞേക്കുന്നത്. അപ്പം ഡോക്ട്രിൻസ് ടു ഡ്യൂട്ടി, പ്രിൻസിപ്പിൾ ടു പ്രാക്ടീസ് ആൻഡ് പൊസിഷൻ ടു ബിഹേവിയർ. അപ്പം 1 മുതൽ 3 വരെയുള്ള കാര്യങ്ങളിൽ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മുടെ പൊസിഷൻ എന്താണ്, നാം ക്രിസ്തുവിൽ എങ്ങനെ ആയിരിക്കുന്നു, നമ്മുടെ പഴയ അവസ്ഥ, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണമൊക്കെ പറഞ്ഞു തന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് 4 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുക. ഈ പ്രാർത്ഥിച്ചതും ഈ നമ്മൾ പഠിച്ചതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികമാക്കണം. അപ്പം അത് 1 മുതൽ 3 വരെ ഉപദേശങ്ങൾ, അത് കഴിഞ്ഞ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അധ്യായങ്ങളിലെ നമ്മൾ എങ്ങനെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം, ക്രിസ്തുവിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയണം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. 4-ാം അധ്യായത്തിൽ പറയുന്നത് നാം ഐക്യതയിൽ നടക്കണം എന്നാണ് പറയുന്നത്. നാം യൂണിറ്റി, നാം വാക്ക് ഇൻ യൂണിറ്റി. അപ്പം നാം യൂണിറ്റിയിൽ നടക്കണം. ഐക്യതയിൽ നടക്കണമെങ്കിൽ നമ്മൾ ചില സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകണം. അത് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ് പറയുന്നത്. അത് നമ്മളിപ്പോൾ വായിച്ചു. അവിടെ പറഞ്ഞു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നിങ്ങൾ പൂർണ്ണ വിനയമുണ്ടായിരിക്കണം, സൗമ്യതയുണ്ടായിരിക്കണം, ദീർഘക്ഷമയുണ്ടായിരിക്കണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടുന്നാ പഠിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നാം പഠിക്കുന്നത്. അത് നമുക്ക് ലഭിക്കുന്ന എവിടുന്നാ? ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ചോദിക്കുന്നു നനയ്ക്കുന്നു അത്യന്തപരമായി നമുക്ക് ദൈവം തരും. അപ്പൊ അതൊക്കെ തന്നു കഴിയുമ്പോൾ നാം ആ അകത്ത മനുഷ്യൻ ബലപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പുറത്തെ മനുഷ്യനും അതുപോലെ പ്രവർത്തിക്കണം. നമ്മുടെ അകത്ത മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്ന അനുസരിച്ചില്ല നമ്മൾ പുറത്തെ മനുഷ്യരിലും കാണുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കണം. അപ്പം നമ്മുടെ അകത്ത മനുഷ്യൻ രൂപപ്പെട്ട് കഴിയുമ്പോൾ അതിന്റെ സ്വഭാവ വിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാം. അപ്പൊ അത് നമ്മൾ സൗമ്യത വരും, നമ്മളുടെ പൂർണ്ണ വിനയം വരും, ദീർഘക്ഷമ വരും, സ്നേഹം വരും, ആ ആത്മാവിന്റെ ഐക്യത സമാധാനം ബന്ധം നാം കാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം 1 മുതൽ 3 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാകണം. അത് നമ്മൾ പ്രവൃത്തിഭാഗത്തിൽ വരുത്തണം. ആ പ്രവൃത്തിഭാഗത്തിൽ വരുത്തണമെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരിലും ചില അടിസ്ഥാന സത്യങ്ങളുണ്ട്. അത് എല്ലാവരിലും ഒന്ന് തന്നെയാണ്. അത് എല്ലാവരിലും 7 അടിസ്ഥാന സത്യങ്ങളുണ്ട്. നാം ക്രിസ്തുവിലായി തീർന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും 7 അടിസ്ഥാന സത്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാന്ന് പറയുന്നു? 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്ക്, ഒരേ ഒരു പ്രത്യാശയുള്ളൂ നമുക്കുള്ളത്. ശരീരം ഒന്ന്, ആ സഭ ഒന്നേ ഉള്ളൂ, രണ്ടില്ല. ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭ ഒന്നേ ഉള്ളൂ. ആത്മാവൊന്ന്, പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ. കർത്താവ് ഒന്നേ ഉള്ളൂ. വിശ്വാസം നമുക്ക് ഒന്നേ ഉള്ളൂ. നമ്മുടെ വിശ്വാസം അവരുടെ വിശ്വാസവുമല്ല, ഒറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ. ചിലവർ പറയും, നിങ്ങൾ എന്തോ വിശ്വസിക്കുന്നത്, എൻ്റെ സഭ വിശ്വസിക്കുന്നത്. സഭ എന്തോ വിശ്വസിക്കുന്നത്, അത് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം എന്തോന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വിശ്വാസം ഒന്ന്, എൻ്റെ വിശ്വാസവും അവരുടെ വിശ്വാസം എല്ലാം ഒരു വിശ്വാസം തന്നെ ആയിരിക്കണം. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ഇനി എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കും, എല്ലാവരിലും ഇരിക്കുന്ന എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പം ദൈവം ഒന്ന്, കർത്താവ് ഒരുവൻ, പരിശുദ്ധാത്മാവ് ഒന്ന്, ശരീരം ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ഇതിൽ ആരെങ്കിലും ഇതിൽ വ്യത്യാസമായിട്ടുണ്ട്? എല്ലാവരിലും ഒന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരിലും ചില 7 അടിസ്ഥാന സത്യങ്ങൾ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അടിസ്ഥാനമായ ചില സംഗതികൾ ദൈവം നമ്മിൽ വെച്ചിട്ടുണ്ട്. ആ സത്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. വേറെ ഒരു ആത്മാവും ഇല്ല നമുക്ക്. ചിലർ വന്ന്, ഞാൻ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പറഞ്ഞ് ആ യേശുവിന്റെ പുറകെ പോകരുത്, നിങ്ങൾക്ക് കൈക്കൊള്ളാത്ത വേറൊരു ആത്മാവിനെ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ആത്മാവിന്റെ പുറകെ പോകരുത്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഒന്നും പുറകെ പോകരുത്. ആത്മാവൊന്ന്, ശരീരം ഒന്ന്, വിശ്വാസം ഒന്ന്, എല്ലാവർക്കും ഒന്ന്. പക്ഷേ ഇതെല്ലാം നമ്മളിൽ ഉണ്ട്. അപ്പൊ ആ
സഭയിൽ ഐക്യത വരണമെങ്കിൽ സഭയിൽ ചില ശുശ്രൂഷകളും ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് പറയുന്നത്. ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ അവിടെ കൃപാവരങ്ങളാണ്. കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ കൃപാവരം വ്യക്തികളെയാണ് അവിടെ പറയുന്നത്. അപ്പൊ കൃപാവരം കൊടുത്തിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പൊ കൃപാവരങ്ങളുണ്ട്. ഇവിടെ പറയുന്നത്, ഞാൻ 11-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് എന്തിനാ അവരെ നിയമിച്ചിരിക്കുന്നത്? സഭ ഐക്യത്തിൽ പോകണം, അതിനു വേണ്ടിയാണ്. അപ്പൊ സഭ ഐക്യതയോടെ നടക്കണമെങ്കിൽ സഭയിൽ എല്ലാ അംഗങ്ങൾക്കും ചില സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകണം. അത് ആത്മാവിനാലാണ് നമുക്ക് ലഭിക്കുന്നത്. അത് എല്ലാവരും ഒരു വിശ്വാസത്തിലായിരിക്കണം, എല്ലാവർക്കും കർത്താവ് ഒന്നായിരിക്കണം, എല്ലാവർക്കും ദൈവം ഒന്നായിരിക്കണം, എല്ലാവരിലും വിശ്വാസം ഒന്നായിരിക്കണം. എന്നാൽ മാത്രമേ, പലരിൽ പല വിശ്വാസമായെങ്കിൽ സഭ ഐക്യതയോട് പോകാനായിട്ടൊക്കെ. സഭ എന്ന് പറയുമ്പോൾ സംഘടനയെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ദൈവത്തിന്റെ യൂണിവേഴ്സൽ ചർച്ചാണ് അത്. ഒരു സഭയിൽ പല അംഗങ്ങളായി, ചില അവിശ്വാസികൾ കാണും, ചില വിശ്വാസികൾ കാണും, പലരാണും. കാരണം അന്ധവിശ്വാസികളും ഉണ്ട്, ദൈവമില്ലാത്തവരും സഭയിൽ വരുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ സഭയുടെ ഐക്യതയെക്കുറിച്ചല്ല, ഒരു കെട്ടിടത്തിനകത്ത് സഭയുടെ ഐക്യതയെക്കുറിച്ചല്ല പറയുന്നത്, യൂണിവേഴ്സൽ ചർച്ചിന്റെ ഐക്യതയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവരിൽ ഒരാത്മാവ്, ഒരു ദൈവം, ഒരു കർത്താവ്, ഒരു സ്നാനം, ഒരു വിശ്വാസം, ഒരു ശരീരം ഒക്കെ ഉള്ള ആ ഒരു ശരീരത്തിൽ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ ഐക്യത, ക്രിസ്തുവിന്റെ ഐക്യത, ആത്മാവിന്റെ ഐക്യത നടക്കാൻ വേണ്ടി അവിടെ ചില അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷന്മാരെയും ഒക്കെയും അവിടെ വെച്ചിരിക്കുന്നുണ്ട് ഐക്യതയിൽ നടക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, പണ്ട് പറയുന്നുണ്ട്, ന്യായാധിപന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞപ്പം കുറെ നാള് രാജാക്കന്മാരും ന്യായാധിപന്മാരും ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലേ. അപ്പം ജനം വഷളായി നടന്നു, അവർക്ക് ഇഷ്ടമുള്ള പോലെ നടന്നു. 2 പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് വചനത്തില്. അപ്പം ആരും ഭരിക്കാനില്ലെന്നുണ്ടെങ്കിൽ അവര് പിന്നെ ക്രമം കെട്ട രീതിയിൽ നടക്കും. അതുകൊണ്ട് ക്രമം കെടാതെ ഐക്യതയോടെ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ശുശ്രൂഷകൾ ദൈവസഭയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അതൊക്കെ പറഞ്ഞിട്ട് 12ഉം 13ഉം വാക്യങ്ങളാണ് പറയുന്നത്. നാം ഐക്യതയിൽ നടക്കണമെന്ന് പറഞ്ഞാലും ആ ഐക്യതയിൽ നടക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഐക്യതയിൽ നടക്കേണ്ടത്? 12ഉം 13ഉം വാക്യങ്ങളൊന്ന് വായിച്ചു പോകാം. എഫേസ്യർ 4:11-12. അത് എന്തിനാ അവരെ ആക്കിയിരിക്കുന്നത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത. എന്തിന്റെ ഐക്യതയാ വരേണ്ടത്? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത, തികഞ്ഞ പുരുഷത്വവും. അത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും. ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിന്, എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെ യഥാസ്ഥാപനം, നമ്മൾ പഴയിൽ നിന്ന് തിരിച്ച് യഥാസ്ഥാനപ്പെട്ടു വരണം. ആ ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്ക്. അപ്പൊ ആത്മീയ വർധന പ്രാപിച്ചാൽ മാത്രമേ ഐക്യതയിലായിട്ട് നടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മളിതെല്ലാം പഠിച്ചു, നമ്മുടെ പൊസിഷൻസ് നമ്മൾ പഠിച്ചു, നമ്മുടെ പൊസഷൻസ് നമ്മൾ പഠിച്ചു. നമ്മുടെ പൊസഷൻസ് ഒക്കെ നമുക്ക് വേണം. നമ്മൾ പ്രാർത്ഥിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് ദൈവം തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം നമ്മൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ക്രിസ്തുവിൽ, അല്ലെ ആത്മാവിനാലുള്ള ഒരു ഐക്യത നമ്മുടെ സഭയിൽ രൂപപ്പെടുവാനും നമുക്ക് ഐക്യതയിൽ നടക്കുവാനുമായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ആയിത്തീരണം. അപ്പൊ സകലവും സഭയുടെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീക വർധനയ്ക്കാണ് എല്ലാവരും ഐക്യതയിൽ നടക്കണം. ഇപ്പം പൗലോസ് അപ്പോസ്തലൻ 1 മുതൽ 3 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് മുഴുവൻ നമ്മൾ 4-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അത് വെച്ച് കളഞ്ഞിട്ട് പോരാനല്ല, അതൊക്കെ നമ്മളോട് കൂടെ കൊണ്ടുവന്നിട്ട് നാം ആ അകത്ത മനുഷ്യൻ ബലപ്പെടണം. അകത്ത മനുഷ്യൻ ബലപ്പെടുമ്പോൾ നമ്മൾ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ നാം ഐക്യതയോടെ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് ഇവിടെ ഇന്ന് അവസാനിപ്പിക്കാൻ നമുക്ക് തുടങ്ങുവാനായിട്ടുള്ള സമയമില്ലല്ലോ. അപ്പം നമ്മളുടെ അകത്ത മനുഷ്യൻ, നമ്മളുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കും. നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. നമ്മൾ ദൈവത്തിന്റെ ഒരു ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വചനം പഠിക്കുവാൻ സമയമില്ലെങ്കിൽ ആത്മാവിനാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് അതെല്ലാം സാധിച്ചു തരും. നാം ചോദിക്കുന്നതിനും നിനയ്ക്കുന്ന അത്യന്തപരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ എല്ലാം സാധിക്കും. അതുകൊണ്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, വചനം പഠിച്ചുകൊണ്ടേയിരിക്കണം, ആത്മാവിന് കീഴടങ്ങി ജീവിക്കുന്ന അവസ്ഥയിലായി തീരണം. ഈ വചനങ്ങളാൽ
ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.